അനിഴം നക്ഷത്രം 1200 ആണ്ട് 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെ അനിഴം നക്ഷത്ര പൊതുഫലം. നിലവിൽ കണ്ടക ശനി ദോഷം അനുഭവിക്കുന്ന ഒരു നക്ഷത്രമാണ് അനിഴം. 2025 മാർച്ച് അവസാനത്തോടുകൂടി കണ്ടക ശനി ദോഷം മാറുകയും 2025 മെയ് മാസത്തോടുകൂടി അഷ്ടമത്തിലെ വ്യാഴവും വരുന്നതാണ്. ഈശ്വര ഭജനം കൊണ്ട് മാത്രമേ ഈ വർഷം അനിഴം നക്ഷത്രം വളരെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, ശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുന്നതും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ സർവകാര്യ വിജയവും സമാധാനവും സ്വസ്ഥതയും അനുഭവ യോഗ്യമാകും. സംഘടിത ശ്രമങ്ങൾ വിജയിക്കും. നിരവധി ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി ശുഭസൂചകമായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിന് അവസരമുണ്ടാകും. സാഹിത്യ രചനകളുടെ പുനരാവിഷ്കരണം ജനശ്രദ്ധയ്ക്ക് വഴിയൊരുക്കും. മത്സര രംഗങ്ങളിൽ വിജയം ഉണ്ടാകുമെങ്കിലും പ്രഥമ സ്ഥാനം നഷ്ടപ്പെടും. വിഭാവനം ചെയ്ത പദ്ധതികൾ അന്തിമ നിമിഷത്തിൽ അനുഭവത്തിൽ വന്നു ചെയ്യും. തന്മയത്വത്തോടുകൂടിയ സമീപനം ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ ഉപകരിക്കും. പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാകും. സഹപ്രവർത്തകരുടെയും കീഴ് ജീവനക്കാരുടെയും പിൻബലത്താൽ ഏറ്റെടുത്ത കരാർ ജോലികൾ ചെയ്തു തീർക്കാനിടവരും. ആത്മാർത്ഥ സുഹൃത്തിന് സാമ്പത്തിക സഹായം ചെയ്യുവാനിടവരും. ഉദ്യോഗത്തിനനുബന്ധമായി ഉപരിപഠനത്തിന് ചേരും. ഉന്നയിച്ച ആശയങ്ങൾ പരിഗണിച്ച മേലാധികാരിയുടെ ആദരവും ബഹുമാനവും തോന്നും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ ആത്മപ്രചോദനം ഉണ്ടാകും. നിഷ്ഠയോടുകൂടിയ പ്രവർത്തനശൈലി ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ സഹായിക്കും. യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അതിജീവിക്കാൻ സാധിക്കും. സമയോചിതമായ ഇടപെടലുകളാൽ കുടുംബാംഗങ്ങളിലുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കുവാൻ സാധിക്കും. ചിന്തയിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉപേക്ഷിക്കും. അതുല്യ പ്രതിഭകളുമായ ആത്മബന്ധം പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിനും ജീവിതഗതിക്ക് വ്യക്തമായ വഴിത്തിരിവുണ്ടാക്കുന്നതിനും ഉപകരിക്കും. വിദഗ്ധോപദേശം സ്വീകരിച്ച് ദീർഘകാല സുരക്ഷാ പദ്ധതികളിൽ പണം നിക്ഷേപിക്കും. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാൽ സമീപസ്ഥരുമായി സൗഹൃദ ബന്ധം സാധിക്കാതെ വരും. മാന്യമായ പെരുമാറ്റ രീതിയും സമീപനവും അവലംബിക്കുവാൻ തയ്യാറാവും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായ ദുശീലങ്ങൾ ഉപേക്ഷിക്കും. പരസ്പര വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ പരിഹാസത്തിന് വഴിയൊരുക്കും. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിച്ചതിനാൽ കൃതാർത്ഥനാകും.